ഹലോ ഗായ്സ്, അപ്പോൾ എന്തെങ്കിലും ബിഗ് ബോസിന്റെ ലൈവ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്തോ? അവസാനത്തെ വീക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ. എന്തൊക്കെ പുകിലാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ വിഹിതവും മറ്റേതും മറിച്ചേതും കുലസ്ത്രീ ചമയലും പരദൂഷണവും ഫുള്ള് അത് തന്നെയാണ് ഗൈസ്. ഇവര് വന്നവര് കലക്കി എന്ത് പറയുന്നതിന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പറയാൻ പറ്റില്ല. കാരണം കലക്കി അവരായി ഈ ഒരു ഫൈനലിസ്റ്റുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ടോപ്പ് 5 വരേണ്ട നമ്മുടെ ആൾക്കാരൊക്കെ സൈലന്റ് ആയിപ്പോയി, പലരും സൈലന്റ് ആയിപ്പോയി. പിന്നെ അനീഷേട്ടൻ സ്വാഭാവികമായിട്ടും പോസിറ്റീവാണ്, ലാസ്റ്റ് വീക്ക് പോസിറ്റീവ് മതി എന്നുള്ള ചിന്താഗതിയിലേക്ക് പോയി. പക്ഷേ ബാക്കി എല്ലാവരും സൈലന്റ് ആയിപ്പോയി ഗായ്സ്. അവർ വന്നവർ അടിച്ച് പൊളിച്ച് തകർക്കുകയാണ്. ഇന്നലെ ലൈവിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്തൊക്കെയാണെന്നോ നമ്മൾ ഇതുവരെയും അറിയാത്ത കുറെ കാര്യം ലൈവിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ചാ വിഷയമാവാത്ത കുറെ കാര്യങ്ങളുണ്ട്. ആദ്യം മുതൽ തന്നെ നമ്മുടെ അനുമോള് ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് നോക്കി, അഭിലാഷിനെ പ്രേമിക്കാനായിട്ട്. അഭിലാഷ് നല്ല സുന്ദരനല്ലേ, അഭിലാഷ് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ പ്രേമിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു എന്ന് അഭിലാഷ് തന്നെ പറയുകയാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് അപ്പാനെയും മറ്റുള്ളവരും കളിയാക്കി. അനുമോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം നിനക്ക് ഭയങ്കര ഇളക്കമാണല്ലോ എന്നും പറഞ്ഞിട്ട് കളിയാക്കിയെന്നാണ് അഭിലാഷ് അവിടെ പറയുന്നത്. ഇതിപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അതിനെക്കുറിച്ച് പറയാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ അതിനുശേഷം പറഞ്ഞെന്ന് ആര്യൻ അവൻ എന്നെ ഒരു നോട്ടമുണ്ടെന്ന് അനുമോള് പറഞ്ഞെന്ന്, അവൻ എന്നോട് ക്രഷാന്ന് തോന്നുന്നെന്ന് പറഞ്ഞെന്ന്. അതിനുശേഷം പിന്നെ എന്താ പറയണ, പ്രവീണിനെ ലവ് കോംബോ പിടിക്കാനായിട്ട് അനുമോള് നോക്കിയെന്ന്. ഇതെല്ലാം അനുമോളുടെ പ്രസൻസിലാണ് ഇന്നലെ നടന്നത്. അനുമോൾ ഇതിനെക്കുറിച്ച് ഒന്നും തിരിച്ചൊന്നും പറയുന്നുമില്ല. കാരണം അനുമോൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇതെല്ലാം പുറത്തേക്ക് വന്ന കാര്യങ്ങളാണ്. ലൈവിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ ആൾക്കാർ യൂട്യൂബുകാരാണല്ലോ, ലൈവ് ക്ലിപ്പിംഗ്സ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് ഒന്നും നിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതെല്ലാം ഞങ്ങൾ കണ്ടിട്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള കാര്യങ്ങൾ, ബിൻസി അപ്പാനിയും തമ്മിൽ എന്തോ മോശമായ റിലേഷൻസ് ആണ്. അതും ബിൻസി ഉടുപ്പ് ക്ലീൻ കാണിച്ചു, അത് കാണിക്കാൻ വേണ്ടി അപ്പാനിയുടെ മുന്നിൽ ചെന്നിരുന്നു എന്നൊക്കെ പറയുന്ന വളരെ മോശമായി, നമുക്ക് പറയാൻ തന്നെ അറപ്പ് തോന്നുന്ന കുറേ കാര്യങ്ങളാണ് ഗൈസ് ഇന്നലെ ബഹളത്തിനിടയ്ക്ക് നടന്നത്. അനുമോള് പറഞ്ഞു ഞാൻ മാത്രമല്ല പറഞ്ഞു, അപ്പൊ പറഞ്ഞു നീയാണ് ആദ്യം പറഞ്ഞ, ഞങ്ങളത് കേട്ടോണ്ടിരുന്നു എന്ന് ആദിലയും ഷൈത്തയും പറയുന്നുണ്ട്. അവരെല്ലാവരുടെയും പ്രസൻസിൽ ഇരുന്ന് അനുമോൾ ആദ്യം പറഞ്ഞു ഇവൾ എന്താണ് ഈ 2-3 മക്കളെ തന്തയല്ലേ, ഇവൾ എന്തിനാണ് അയാളുടെ കയ്യെ കയറി പിടിച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു എന്ന്. അപ്പൊ തിരിച്ചവിടെ ബിൻസി ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാം. ഞാൻ അതിൻ്റെ വോയിസ്, ഞാൻ ആ ഒരു ക്ലിപ്പിങ്സ് എൻ്റെ ഫോണിലാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വോയിസ് ആക്കിയിട്ട് നിങ്ങളെ കേൾപ്പിക്കാം എന്തൊക്കെയാണ് ഇന്നലെ നടന്നതെന്നല്ലേ. അപ്പം നിങ്ങൾ ഇത് ഒരുപാടുണ്ട്, നമ്മൾ കേൾപ്പിക്കാനായിട്ട് നിന്നാൽ നമ്മൾ ഇന്ന് മുഴുവൻ കേൾപ്പിക്കണം. അപ്പം ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാം ഒന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആരെയും മോശമാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളുടെ ഒരു സീസണിൻ്റെ ഏറ്റവും അവസാനത്തെ വീക്കിലും ടോപ്പ് 5 വരാൻ പോണ ആൾക്കാരാണ്. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഒരു ബിഗ് ബോസ് ഷോ, ഇതൊരു ഷോ, റിയാലിറ്റി ഷോയാണ്, അത് മനസ്സിലാക്കണം. ഈ ഷോയിൽ ആരാണ് ജെനുവിനായിട്ട് നിന്നത്, ആരാണ് കണ്ടന്റുകൾ കൊടുത്തത്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എത്രമാത്രം
മാത്രം പോയി. ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് ഫേക്കായിട്ട് പറയുന്ന പലരും ഞാൻ ഫേക്ക് ആണ് എന്ന് പറഞ്ഞ് കളിച്ച ആൾക്കാരുണ്ട്. അത് നമുക്ക് അറിയാം ഒരു ഫേക്ക് ആണെന്ന്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഞാൻ ഫേക്ക് ആണെന്ന് പറഞ്ഞ് കളിച്ച ഒരാളാണ്. അപ്പോൾ അതുപോലെ ജെനുവിൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ജെനുവിൻ ആയിരിക്കണം. ഇത് നമ്മുടെ കുടുംബ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും തുനിഞ്ഞു കെട്ടി ഡ്രാമ കളിച്ച് പലതരത്തിലുള്ള എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കുമ്പോൾ ഇത് അവസാന വീക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇവർക്ക് വോട്ട് കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം നമ്മുടെ അവസ്ഥ എന്താവും അതാണ്. അപ്പം ഇന്നലെ രാത്രി മുതൽ നടന്ന സംഭവങ്ങൾ നമുക്കൊന്ന് പറയാം. ഇന്നലെ രാത്രി അപ്പാനിയും അതുപോലെ തന്നെ ബിൻസിയും ശൈത്യം അവരെല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ബിൻസിയെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ബിൻസിയെ സംബന്ധിച്ചോളം ബിൻസിക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവായി. ഇത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പാനിയുമായിട്ട് എന്തോ മോശമായ റിലേഷൻസ് ആണ് എന്ന് അനുമോളാണ് പറഞ്ഞത്. അനുമോൾ ആരുടെ കൂടെയാണ് പറഞ്ഞത്? അവർ 3 പേരും കൂടി ഇരിക്കുന്ന സമയത്താണ് പറഞ്ഞത്. ശൈത്യമുണ്ട് അതിനകത്ത്, ആതിരയുണ്ട്, നൂറയുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ ആ ഒരു സമയത്ത് പിന്നെ എന്താണ് പറഞ്ഞത്? ഒരു വൈറ്റ് ഉടുപ്പിട്ടിട്ട് ഒരു അവസാനം അതവരുടെ റിലേഷൻ മോശമാണ്. എന്തിനാണ് ഇവള് കയ്യിൽ പിടിച്ച് അപ്പാനിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? അങ്ങനെ അത് പിന്നെ അവയ്ക്ക് ഭാര്യയും മക്കളും ഉള്ളതല്ലേ എന്ന് ചോദിച്ചെന്ന്. അപ്പം അത് അവൾക്ക് മോശമാവില്ലേ എന്ന് ചോദിച്ചെന്ന്. അപ്പാനിയുടെ കയ്യിൽ പിടിച്ച് ബിൻസി ഇരുന്നു എന്ന് വിചാരിച്ച് എങ്ങനെയാണ് ബിൻസിക്ക് മോശം വരുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ അനിമോള് ഇന്നലെ തന്നെ അപ്പാനിയുടെ കഴുത്തിലേക്ക് തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ പലതവണയും കണ്ടിട്ടുണ്ട്. അപ്പാനിയെ പിടിക്കുന്നു, അങ്ങനെ മിക്കവാറും എല്ലാ ആണുങ്ങളെ എനിക്ക് തോന്നുന്നു അനീഷേട്ടനെ മാത്രമേ ഉള്ളൂ ശരീരത്തിൽ സ്പർശിക്കാതെ. കാരണം അനീഷേട്ടൻ കുറച്ച് ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന മനുഷ്യനാണ്. ബാക്കി എല്ലാ ആൾക്കാരെയും അനുമോള് ശരീരത്തിൽ തൊട്ട് തന്നെയാണ് എപ്പോഴും നടന്നിട്ടുള്ളത്. ഈ 95 ദിവസവും അനുമോള് അവിടുത്തെ ജെൻസിന്റെ ദേഹത്ത് തൊടുകയും പിടിക്കുകയും പിച്ചുകയും മാന്തുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അനീഷേട്ടനും ചെയ്തിട്ടുണ്ട്, തല മസാജ് ചെയ്ത് കൊടുക്കുന്നു, അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അയാൾ പക്ഷേ ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് അയാളുടെ കയ്യിലും ദേഹത്തും ഒന്നും പിടിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. അയാൾ ഇങ്ങനെ കാണിക്കലും അയാളെ ഫ്ലൈയിങ് കിസ് കൊടുക്കലും ഇച്ചായ എന്ന് വിളിക്കലും കുഞ്ചിക്കൊടയിലും പാല് കൊണ്ട് കൊടുക്കലും ഒരുമിച്ച് താമസിക്കാന്ന് പറയലും അങ്ങനെയൊക്കെയുള്ള വേറൊരു തരത്തിലുള്ള റിയൽ ലവ് ഡ്രാമയാണ് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അനീഷ് ഏട്ടനോട് അവർ ചെയ്തത്. അപ്പോൾ ബിൻസി ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നിനക്കെന്തും കാണിക്കാമോ? ഞാൻ അപ്പാനിയുടെ കയ്യിൽ പിടിച്ചത് കൊണ്ട് ഞാൻ അതിൽ 2-3 മക്കളുടെ തന്തയാന്ന് എനിക്കറിയാം. എനിക്ക് 24-25 വയസ്സുള്ള ഞാൻ എന്താ അയാളെ പ്രേമിക്കുകയറി. എന്നോട് ഈ കാര്യം ശൈത്യ ചോദിച്ചപ്പോൾ ഞാൻ ശൈത്യോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ലൈവിൽ കേട്ട ഒരാളാണ്. അപ്പൊ നമ്മളവിടെ കേൾക്കുന്ന കാര്യം എന്താണ്? നിനക്ക് അപ്പാനിയോട് എന്താ നീ അങ്ങനെ അത് മോശമാവുകയും നിനക്ക് അപ്പാനിയുടെ അയ്യേ അയാൾ ഒരു 2-3 പിള്ളേരെ തന്ത എനിക്ക് കിട്ടത്തുള്ളൂ. അയ്യോ ഞങ്ങള് ഒരു നല്ല ഫ്രണ്ട്സ് ആണ് കേട്ടോ, പിന്നെ എനിക്ക് പ്രേമിക്കാൻ പറ്റുന്ന ചെറുക്കന്മാരൊന്നും ഇവിടെ ഇല്ല എന്ന് ബിൻസി ആ വാഷിംഗ് ഏരിയയിൽ വെച്ചിട്ട് പറയുന്നത് ഞാൻ ലൈവിൽ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കുൽസിത ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് അവിടെ കളഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞവിടെ കഴിഞ്ഞതാണ്. പിന്നീട് വീണ്ടും ആ എവിക്റ്റ് ആവുന്ന ബിൻസി എവിക്റ്റ് ആവുന്ന ദിവസം വെള്ള ഉടുപ്പിട്ട ദിവസം ഉണ്ടല്ലോ, വെള്ള ഉടുപ്പിട്ടാണ് ബിൻസി എവിക്റ്റ്. അന്ന് ഉടുപ്പിട്ടിട്ട് ബിൻസി എല്ലാ ആൾക്കാരെയും കൊണ്ടുപോയി കാണിച്ചെന്നും. അപ്പൊ കാണിച്ച സമയത്ത് അക്ബർ ഇപ്പുറത്തിരിപ്പുണ്ട്, അപ്പാനി ഇവിടെ ഇരിക്കുന്ന ആ ഒരു ചുമന്ന സോഫ പോലുള്ള സാധനത്തിൽ ഇരുന്നുകൊണ്ട് ബിൻസി അപ്പാനിയോട് സംസാരിക്കുന്ന സമയത്ത് പിന്നെ അനിമോള് ആദിലയോട് പറയുവാണ് അവള് ക്ലേശ കാണിച്ചില്ല, ക്ലേശ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പാനിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പുറത്ത് കാണുമ്പം അപ്പാനിയുടെ ഭാര്യ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞെന്നും. അപ്പൊ അപ്പാനി വീട്ടിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അനീഷേട്ടനെ പോലെ ഉള്ളിലിരുന്ന് എഴുത്തുകാരനല്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി അല്ല. അയാൾ സിനിമാ ഫീൽഡിലുള്ള ആൾ. അയാൾ സിനിമാ നടികളെ സിനിമാ നടന്മാരെ ഇഷ്ടംപോലെ ഇതിനുള്ള പെണ്ണുങ്ങളെ കാണുന്നതാണ്. പിന്നെ അതുമല്ല അത് പറഞ്ഞ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ഈ അനിമോളുടെ ഈ സാധനം എപ്പോഴും കാണുന്നത് എത്രയോ പ്രാവശ്യം ഈ ലൈവിൽ ഞാൻ കണ്ടിരിക്കുന്നത്. നമ്മളതൊന്നും ആലോചിക്കുന്ന പോലുമില്ല. ഞങ്ങളിരുന്ന് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അനിമോള് ഇതൊന്ന് ചിലപ്പോഴൊക്കെ ഇങ്ങനെ തപ്പി പിടിക്കുന്നതൊക്കെ. അനിമോൾ ഇങ്ങേറ്റത്തുള്ള ഉടുപ്പ് ഇട്ട് ഇത് തന്നെ നമ്മളും കണ്ടുപിടിക്കുന്ന പല തവണ. പിന്നെ അനിമോളുടെ ഡ്രസ്സ് എന്താണ്? അനിമോളുടെ ഡ്രസ്സ് സാധാരണ പിന്നെ ഒന്നും കാണിക്കാത്ത ഡ്രസ്സാണോ അനിമോൾ ഇടുന്നത്? അല്ല ഞാൻ ചോദിക്കുകയാണ്. പിന്നെ ഈ ഒരു പിന്നെ ബ്രേസറിന്റെ ഇത് മാത്രമുള്ള ബ്ലൗസല്ലേ ഇടുന്നത്, ബാക്കിയുള്ള ഭാഗം മുഴുവൻ കാണുമല്ലേ? ഇപ്പൊ സ്ലീവ്ലെസ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും വരുന്നല്ലേ, ഇത് ചെറിയ സാധനങ്ങളല്ലേ അനിമോൾ ഇടുന്നത്, അപ്പൊ ഒന്നും കാണുന്നില്ലേ? അല്ല ഞാൻ ചോദിക്കുകയാണ്, വയറ് കാണുന്നില്ലേ? അത് എനിക്ക് കുട്ടിപ്പാവാടെ പോലെയുള്ള കുട്ടി ഫ്രോക്ക് ഇട്ടല്ലേ നടക്കുന്നത്, അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമില്ലേ? പിന്നെ ഈ ഇതണകൾ ഉടുപ്പിടുമ്പോൾ ഈ വയറിന്റെ ഇത്രയും ഭാഗം കാണിച്ചിട്ടുള്ള ഉടുപ്പല്ലേ ഇട്ടുകൊണ്ട് നടക്കുന്നത്. പിന്നെ പുറത്ത് നമ്മൾ എത്രയോ വീഡിയോ കാണുന്ന തൊട വരെയുള്ള പിന്നെ നിക്കറും ഇട്ട് പിന്നെ ഡാൻസ് കളിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്തിട്ട് വേറൊരാളുടെ പറയുന്നതാണ് നമ്മുടെ പ്രശ്നം. ഒരാളുടെ പേഴ്സണൽ പിന്നെ ഇഷ്ടമാണ് അവരുടെ ഡ്രസ്സിങ്. ഇപ്പൊ എന്റെ
ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ ഇതേ കണക്കുള്ള ഡ്രസ്സ് ഇടാനാണ് എൻ്റെ ഇഷ്ടം, അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ അല്ലാണ്ട് ഇതെല്ലാം കാണിച്ചുകൊണ്ട് കാലും കൈയും തുടയും എല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്ന ഒരാളെ കുറ്റം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത്രയേ ഉള്ളൂ അവിടെ ബിൻസിയുടെ പ്രശ്നം. ബിൻസി ചോദിക്കുന്നതാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കഴിക്കും, നീ എന്ത് ചെറ്റത്തരവും നിങ്ങൾ ഇവിടെ കാണിച്ചിട്ട് ഞാൻ അപ്പാനിയുടെ കൈ പിടിച്ചപ്പോൾ നിങ്ങൾ മറ്റേ ബന്ധം ആക്കിയത് എന്തിനാണ്? സത്യം അത് ചോദിക്കുന്നതിന് കുറ്റമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞ അനുമോള് പറയുന്നത്, പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ പറയുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു, അപ്പോൾ അവരും കൂടി എസ് വെച്ചു എന്ന്. അത് എങ്ങനെ ശരിയാവും? അത് അവിടെ നിന്നു. അതിനുശേഷം അതപ്പം അവൾ ചോദിക്കുന്നത് തന്നെ ബിൻസി ചോദിക്കുന്നത്, ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്, അത് ഞാൻ വീട്ടിലിരുന്നാണ് കണ്ടത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ചെകിട് അടിച്ചു പൊട്ടിച്ചിട്ട് ഞാൻ പുറത്തു പോയേനെ. സാധാരണ നോർമൽ. അപ്പൊ ഞാനായാലും അങ്ങനെ ചെയ്യും. കാരണം നമ്മളവിടെ ഉണ്ടായിരുന്നേ നല്ല കൊടുത്തിട്ട്, കാരണം അവള് കല്യാണം പോലും കഴിക്കാത്ത പെണ്ണാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവൾക്കുണ്ടാവുന്ന ഒരു വൈകാരികമായിട്ട് കാര്യമുള്ളൂ. അനുമോൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ലായിരുന്നു. അഭിലാഷ് അതിനിടയ്ക്ക് സഹായിക്കാനായിട്ട് വന്നു. അഭിലാഷ് പറയുന്നത്, അനുമോള് പറഞ്ഞായിരുന്നു എന്നെ പ്രണയം, പിന്നെ അവൻ നല്ല സുന്ദരനായില്ലേ, അവനെ അങ്ങ് പ്രേമിക്കായിരുന്നു, അവൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് അനുമോള് പറഞ്ഞത് അവിടെ അഭിലാഷ് പറയണം. അപ്പൊ നിങ്ങളത് പറഞ്ഞ് എന്നെ കളിയാക്കിയില്ലേ, നിനക്കത് പറഞ്ഞതിന് ശേഷം അനുമോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം നിനക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് ഇത് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കില്ല. അപ്പൊ എൻ്റെ കുടുംബത്തിൽ എന്തായിരിക്കും, അവരെന്തായിരിക്കും വിചാരിച്ചിരിക്കുക? പക്ഷെ എനിക്ക് അങ്ങനെ പ്രശ്നം വന്നില്ലല്ലോ എന്ന്, അതൊരു തമാശയായിട്ട് കരുതിയാൽ പോരെയെന്ന്. അപ്പം ഇവര് പറയുന്നത് എല്ലാം തമാശ, മറ്റുള്ളവർ പറയുന്നത് എല്ലാം അവർക്ക് പ്രശ്നം. ഈ അനീഷേട്ടൻ, അപ്പോഴാണ് ബിൻസി ചോദിച്ചത്, നീ അനീഷേട്ടനെ എന്തെല്ലാം കാണിച്ചു, കൈയും കാലും കാണിച്ചു, പിന്നെ അവിടെയും കാണിച്ചു, പിന്നെ ഇവിടെയും കാണിച്ചു, പിന്നെ എന്താ ലവ് ചിഹ്നവും കാണിച്ച് ലവ് ട്രാക്കും പിടിച്ചിട്ട് ആ മനുഷ്യനെ കാണിച്ചതുണ്ടല്ലോ, ഇതെല്ലാം ഞങ്ങൾ പുറത്തിരുന്ന് കണ്ടതല്ലേ, അപ്പൊ നിനക്ക് അത് കാണിച്ചപ്പോൾ പറ അത് ഞാൻ തമാശ കാണിച്ചതാണ്. നിനക്ക് തമാശ കാണിക്കാം, മറ്റുള്ളവർ കാണിക്കുന്ന അപ്പം സീരിയസ്, നീ കാണിക്കുന്നതെല്ലാം തമാശ. എന്നിട്ട് ആ തമാശ അയാൾ സീരിയസ് ആണെന്ന് വിചാരിച്ച് അയാളൊന്ന് പ്രപ്പോസ് ചെയ്തപ്പോഴത്തേക്ക് അത് പ്രശ്നം. നിനക്ക് എല്ലാവരുടെയും ജീവിതം കൊണ്ടാണ് കളിക്കുന്നത്. ഞാൻ എല്ലാ ക്ലിപ്പിങ്സും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിൻ്റെ വോയിസ് എല്ലാം കൂടി ഇട്ട് ഞാനപ്പോൾ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല. കാരണം ഇന്നലെ രാത്രി 1:30 മണി മുതൽ ഒരു 2:30 വരെ ആയിരുന്നു വെളുപ്പിന്, ആ ഒരു സമയം വരെ ഈ കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അനുമോൾക്ക് യാതൊരു തരത്തിലും മറുപടിയില്ല. കാരണം ഒരാളുടെ ജീവിതമല്ല, ശൈത്യയുടെ, അതുപോലെ ബിൻസിയുടെ, അപ്പാനിയുടെ. അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ പിന്നെ ജിസേലും ആരിനും വരും, ജിസേലിന്റെ ആരിന്റെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം അവരും ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണാണ്, അത് പുതപ്പിനടിയിൽ ഒരു ചെറിയ പയ്യനുമായിട്ടൊക്കെ ഉമ്മ വെച്ചു എന്നൊക്കെ പറയുന്നത് വളരെ മോശമായുള്ള ഒരു സംഗതിയാണ്. അപ്പം നമ്മള് നല്ലത്, മറ്റുള്ളവർ മോശക്കാരി എന്ന് വരുത്തി തീർത്തുകൊണ്ട് കുടുംബ പ്രേക്ഷകരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ച ഫേക്ക് വെറും ചീപ്പ് ഡ്രാമയല്ലേ ഇത്? വെറും ചീപ്പ് ഡ്രാമയല്ലേ? ഇങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് ബിഗ് ബോസ് സീസണിന്റെ വിന്നറാക്കാൻ പറ്റുക? ഞാൻ ആലോചിക്കണം. ഇവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട്, ഇവരെ താങ്ങാൻ കുറെ ആൾക്കാരുണ്ടായതുകൊണ്ട്, ഇവരെ കുറെ സെലിബ്രിറ്റി, അവരുമായിട്ട് ബന്ധപ്പെട്ട കുറെ സെലിബ്രിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായത് കൊണ്ട് അവർ ജയിക്കണം, അവർ കപ്പ് വാങ്ങണം, അല്ലെ ബിഗ് ബോസ് സീസൺ ടൈറ്റിൽ വിന്നർ ആവണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അത് ശരിയാവും? അല്ല, ഞാൻ അറിയാതെ ചോദിക്കുവാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു, പക്ഷെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇതൊന്നും. കാരണം ലവ് ട്രാക്ക് പിടിച്ച്, കോംബോ പിടിച്ച്, പിന്നെ ആദ്യം അവനെ അഭിലാഷിനെ കല്യാണം കഴിക്കപ്പോൾ സുന്ദരനാണെന്ന് പറഞ്ഞപ്പോൾ ഈ സകലമാന ആമ്പിള്ളേരെ കാണാൻ ഇച്ചിരി അത്യാവശ്യം ഭംഗിയുള്ള ആമ്പിള്ളേരെയൊക്കെ കാണുമ്പോൾ പ്രേമിക്കാനാണോ തോന്നുന്നത് ഈ സ്ത്രീക്ക്? അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക, എന്തോ ഒരു സ്വഭാവമാണ് എന്തോ. എനിക്ക് വീണ്ടും അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ അതിനൊരു വീഡിയോ ഇട്ടതാണ്. എല്ലാ മനുഷ്യന്മാരും പ്രവീൺ വന്നപ്പം പ്രവീണിനോടായി, അത് കഴിയുമ്പോൾ ആര്യൻ വന്നു, ആര്യൻ ജിസേലുമായിട്ട് ബന്ധം പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായ, ആര്യൻ പറയുന്നത് കറക്റ്റ് ആയിരുന്നിരിക്കും. നമ്മൾ ആ ഹൗസിനുള്ളിൽ നിന്ന് നമ്മൾ പറഞ്ഞത് ആര്യൻ പറഞ്ഞ് അംഗീകരിച്ചില്ല. കാരണം നമുക്ക് അന്ധമായിട്ട് അനുമോളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അനുമോളുടെ അന്തം ഫാനായിരുന്നു, സത്യം പറയാലോ. ഞാൻ അനുമോളുടെ അന്തം ഫാനായതുകൊണ്ട് എനിക്ക് ആര്യൻ പറഞ്ഞപ്പോൾ അംഗീകരിക്കാനേ പറ്റിയില്ല. ഞാനിപ്പോൾ പറയുന്ന സത്യമാണ്, ആര്യനും ഈ ജിസേലുമായിട്ട് അവർ തമ്മിലൊരു ഫ്രണ്ടുമായിട്ടുള്ള ഒരു ഇത് നമ്മൾ ഈ ഒരു പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരു വലപ്പിനടി കിടന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവരെയും സമൂഹത്തിൽ മോശക്കാരാക്കി. അപ്പൊ എല്ലാ ആൾക്കാരെയും പിന്നെ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്ത് സൈബർ അറ്റാക്കിനെ വിധേയമാക്കിക്കൊണ്ട് താൻ ഒരു നല്ല പിള്ളയാണ്, താൻ ഇവിടെ കുലസ്ത്രീയാണ് എന്ന് കാണിക്കേണ്ട ആവശ്യകത എന്താണ്? ഇപ്പൊ അവസാന നിമിഷം എല്ലാം ഫേക്ക് ആയിരുന്നു അഴിഞ്ഞു വീഴുന്നില്ലേ? ഇപ്പോഴും ലൈവിൽ എന്താണ് നടക്കുന്നത്? ഊഞ്ഞാലിന്റെ ആ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് അപ്പാനി എടുത്ത് പറയണം, അത് പിന്നെ അവരാണ് ഇത് പറഞ്ഞത്, ഞാനിപ്പോൾ ശരി വെച്ചതേ ഉള്ളൂ എന്ന്. അപ്പൊ എന്തുകൊണ്ട് അവര് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല? അപ്പൊ ഇപ്പൊ ഇവിടെ ക്യാമറ ഉണ്ടെന്ന് അറിയാം, കാരണം ലക്ഷ്മി പറഞ്ഞിട്ടാണ്
പോയത് ഇത് ക്യാമറ സ്പേസ് ആണ്, ഈ ഊഞ്ഞാലെന്ന് പറയുന്ന ക്യാമറ സ്പേസ് ആണ്. അപ്പൊ അപ്പാനോട് ഇരുന്ന് ഇത് പറയുവാണ്, സ്വന്തം കാര്യങ്ങളെല്ലാം അവിടെ ക്ലാരിഫൈ ചെയ്യുകയാണ്. എനിക്കങ്ങനെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അത് പറയേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ജനങ്ങളുടെ അടുത്തല്ലേ പറയുന്നത്. എൻ്റെ അനുമോളെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഫേക്ക് ആവുന്നു? ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരു ലേഡി ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വന്ന് കാണത്തില്ല കേട്ടോ ഗൈസ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്തം ഫാൻസ് ആയിരുന്നു. അന്തം ഫാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് രാവും പകലും അനുമോൾ ജയിക്കണം എന്ന് പറഞ്ഞു നടന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ഫേക്ക് ആയിട്ടുള്ള, ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു ലേഡി ആണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോയതെന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. ഇനിയിപ്പോൾ കുറേ ഇത് ഈ ലൈവിൽ വെച്ചിട്ട് കുറേ വെളുപ്പീരുണ്ട്. ഇനിയിപ്പം അയ്യോ അനുമോളല്ല, ഇത് ആദിലയാണ് ചെയ്തത്, ആദിലയാണ് കട്ടപ്പാര, അല്ലെങ്കിൽ ശൈത്യയാണ് കട്ടപ്പാര, ആദിലയും നൂറയും കട്ടപ്പാരയാണ്. ഈ ആദിലയുടെയും നൂറയും സമ്മതിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ ഇവരെ കൂടെ പറഞ്ഞിട്ടുണ്ട് എന്ന് അംഗീകരിച്ചു. കാരണം പക്ഷേ പറഞ്ഞത് അനുമോളാണിതെല്ലാം. അതുപോലെ തന്നെ ഈ അനുമോളെ ഈ ആൾക്കാർ ഭയങ്കര എന്താണ്, അയ്യോ പെറും പാവം, അയ്യോ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇവര് എല്ലാവരെയും അവിടെ ഈ മോശമാക്കാത്ത ആരുണ്ട്? വളരെ കുറച്ച് ആൾക്കാർ. പിന്നെ അതിൽ പല രീതിയിലില്ല. ഇതൊരു ഷോയാണ്. അപ്പോൾ ഇതിന് കണ്ടന്റ് കൊടുക്കണമെന്ന്. ഇതൊരു റിയാലിറ്റി ഷോയാണ്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ റിയൽ ലൈഫ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് 100 ദിവസം സർവൈവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് അതിൻ്റെ ഷോയുടെ. അല്ലെങ്കിൽ പിന്നെ അവർ തരുന്ന ടാസ്കുകൾ കളിക്കുന്ന ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ലൈഫാണ് അവിടെ കാണിക്കേണ്ടത്. എങ്ങനെ ഒരു സ്ത്രീക്ക് 100 ദിവസമൊക്കെ ഇങ്ങനെ ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റും? അയ്യോ അപാരം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആ ഒരു ഫേക്ക് നിന്നതിന് അവർക്ക് പിന്നെ ബിഗ് ബോസ് ഇത് കൊടുത്തേ പറ്റൂ കേട്ടോ, പിന്നെ കപ്പ് കൊടുത്തേ പറ്റൂ. പിന്നെ ഇവർക്ക് പുറത്ത് PR ഉണ്ട്. 15 ലക്ഷം രൂപയായിരുന്നു. പക്ഷെ അത് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ഇനി തിരിച്ചിറങ്ങി വരുമ്പോൾ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കാണിക്കുക, ഞാൻ പൈസയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ PR കൊടുത്തു അല്ല. ഇങ്ങനെ PR കൊടുത്തിട്ട് പിന്നെ വരുന്ന ഒരാളിനെ എങ്ങനെ ബിഗ് ബോസിന്റെ വിന്നറാക്കിയ ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റി എന്താവും? മറ്റവർ പഴയ ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളവർ അറിഞ്ഞിട്ടില്ല, പ്രേക്ഷകർ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അവർ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അവരെ പിന്നെ അവരെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന ഒരാള് പിന്നെ ബിഗ് ബോസിന്റെ സീസൺ തീരാറായ സമയത്തും ഈ PR-നെ തമ്മിലാണ് അടി. PR ഉണ്ട് എന്ന് തെളിഞ്ഞ ആൾക്കാരെ എല്ലാം പിടിച്ചു പുറത്താക്കണമായിരുന്നു ബിഗ് ബോസ്. അതായിരുന്നു ചെയ്യേണ്ടത്. ബിഗ് ബോസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ PR ഉണ്ട് എന്ന് 100% എവിഡൻസ് കിട്ടിയ ആൾക്കാരെയൊക്കെ പുറത്താക്കണമായിരുന്നു. ബാക്കിയുള്ള മാന്യമായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവിടെ കളിക്കേണ്ടത്. ഇത്രയും ഫേക്കായിട്ട് ചീപ്പായിട്ട് സകലമാന ആൾക്കാരെയും മോശം പറഞ്ഞ് എന്നിട്ട് പറയുന്നത് അയ്യോ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞതെന്ന്. ഞാൻ ആരും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയല്ല പറയുന്നത്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. 24 മണിക്കൂറും ലൈവ് ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാം, 72 ക്യാമറയും വെച്ച് മൈക്ക് വിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. നീ പോയി അപ്പാനിയുടെ അടുത്തിരിക്കല്ലേ, അവർ തമ്മിലുള്ള ഇന്റിമസി ഇത്രയും കാണിക്കരുതെന്ന്. കയ്യിൽ പിടിച്ചതാണോ? അപ്പൊ ഈ ആണുങ്ങളെല്ലാം തോളെ തൂങ്ങിയതും അവരെ ഇട്ട് അടിച്ചതും മാന്തുന്നതും പിച്ചുന്നതും നെവിന്റെ കൂടെ കയറി കിടക്കുന്നതും ഇതൊന്നും ഒരു ചീപ്പല്ലേ? അല്ല, ഞാൻ ആലോചിക്കുക. ഇതൊന്നും ഈ ലവ് ട്രാക്ക് സകലമാന ആണുങ്ങളെ കാണുമ്പോഴും ആൺപിള്ളേരെ കാണുമ്പോഴും ലവ് ട്രാക്ക് കോംബോ പിടിക്കണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് അവരെല്ലാം ഔട്ടായി പോയപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പിന്നെ ലവ് ട്രാക്ക് പിടിച്ച് അയാളാണെങ്കിൽ സത്യമാണെന്ന് വിചാരിച്ച് വിവാഹ പ്രപ്പോസൽ ചെയ്തത് അതായി കുറ്റം. അപ്പൊ പറയുന്നത് അയ്യോ എനിക്കിനി നാട്ടിൽ പോയാൽ കല്യാണാലോചന വരുമെന്ന്. അപ്പൊ മറ്റുള്ളവര് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സമൂഹം എന്ത് വിചാരിക്കും, അല്ലെ എൻ്റെ ഇമേജ് എന്താവും എന്ന് ചോദിച്ച ഒരാള് ശൈത്യയുടെയോ ബിൻസിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ് നാട്ടുകാർ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ നാട്ടുകാരെ ചെലവിലാണോ ജീവിക്കുന്നതെന്ന്. അപ്പൊ ആ 2 ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടില്ലേ? ഇവര് പറയുന്നത് ഇവർക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് കല്യാണാലോചന വരുമോ, അനീഷിനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയില്ലോ, അയാൾ പ്രപ്പോസൽ ചെയ്തല്ലോ, അങ്ങനെ പറഞ്ഞ് സഹതപിക്കുന്ന ഒരു ആള് ഇപ്പുറത്തോട്ട് പറയുവാണ് നാട്ടുകാർ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ നാട്ടുകാരെ കുറിച്ചാണോ ജീവിക്കുന്നത്, നാട്ടുകാർ പറഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടുകാരാണോ ചെലവിന് തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉള്ള ആ വ്യക്തിയുടെ ഫേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഗൈസ്? നമ്മളൊക്കെ ഒരു സാധാരണമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. എന്തുമാത്രം കുനിഷ്ടാണ് അവരുടെ മനസ്സിലിരിക്കുന്നതെന്ന് ആലോചിക്കുക. എന്തുമാത്രം ഫേക്കായിട്ടുള്ള ഒരു അതിബുദ്ധിയല്ലേ ഇത്? നമ്മളൊക്കെ ഇവിടെ നെഞ്ചിലേറ്റ് ഭയങ്കര തലയിലേറ്റ് അനുമോൾ എന്ന് പറഞ്ഞുകൊണ്ട് പോയ ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്ന അവരുടെ ഫേക്കായിട്ടുള്ള ക്യാരക്ടർ എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് ഇത് കാണുമ്പോൾ. എന്തായാലും വന്ന് കയറിയ ആൾക്കാരും ചൊറിഞ്ഞ് ഒരു പരുവാക്കുവാണ്. ഇന്നിപ്പോൾ ജിസേലും ആര്യനും അതുപോലെ തന്നെ നമ്മുടെ രേണു സുധിയും പിന്നെ രേണു സുധിയെ പറഞ്ഞില്ലേ ഒരു പെണ്ണ് നമ്മൾ കാണുന്നില്ല, അവൾ ചൊറിഞ്ഞ് പേൻ കൊന്നു, അത് കറക്റ്റാണ്. പക്ഷെ അതിനകത്തിരുന്ന് ഹൗസിലിരുന്ന ഒരാള് പിന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിലാണ് പറയുന്നത് പേൻ എഴഞ്ഞ് ഇവിടൊക്കെ വന്നിരിക്കുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പേന് എത്ര
പേന് തലയിൽ ഉണ്ടായാലും അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ഷോയിൽ എന്നിട്ട് പറയുന്നത് ഞാൻ ഒന്നും നെഗറ്റീവ് ആക്കാൻ ചെയ്തില്ലെന്നാ. ഒന്ന് ആലോചിച്ച് നോക്കേ, നല്ല പിള്ള നന്മമരം കളിക്കുവാണ് കുടുംബ പ്രേക്ഷകരെ മുന്നിൽ, വലിയ നന്മമരം. അവർക്ക് സ്ലീവ്ലെസ് വള്ളിയുള്ള ഉടുപ്പ് ഇട്ട് സാരി ഉടുത്ത് വയറും കാണിച്ച്, അല്ലെങ്കിൽ ഷോർട്ട് ഫ്രോക്കും ഇട്ടൊക്കെ നടക്കാം. വയറ് ഷോർട്ടായിട്ടുള്ള ഉടുപ്പ് ഇട്ട് വയറും കാണിച്ചൊക്കെ നടക്കാം. മറ്റുള്ളവർ വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഞാനൊരു കുലസ്ത്രീയാണ്. അല്ലെ, കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതുവല്ല അറിയോ? ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് അതുകൊണ്ടാണ് ആ നെവിൻ വിളിച്ചത്. അവനെ നമ്മളപ്പം തെറി വിളിച്ചു. അവനൊക്കെ ഞാൻ അനിമോളുടെ അന്തഫാനെ ഞാൻ അവനെയൊക്കെ തെറി വിളിച്ചു. സത്യം പറഞ്ഞാൽ അതിനപ്പുറമായിരുന്നു ആ പയ്യൻ പറയേണ്ടത്. അവന് പറയാൻ ഗട്സ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ രാത്രി ഭയങ്കര ലൈവിൽ വളരെ നല്ലതായിരുന്നു. ഇപ്പോഴും ഇരുന്ന് ക്ലാരിഫൈ ചെയ്യുവാണ്. അപ്പാനി ചോദിക്കുന്നതായിട്ട് എനിക്ക് നിന്നോടൊരു വിഷമവും ഇല്ല, പക്ഷേ നീ എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടായി പുറത്തിറങ്ങിയപ്പോൾ, ഞാൻ അതുകൊണ്ടാണ് ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നീ ഒരിക്കലും ഇനി ഒരാളെയും ഇങ്ങനെ താറടിച്ച് കാണിക്കരുത്, ഒരാളുടെയും ജീവിതം വെച്ച് നീ കളിക്കരുത്. കാരണം ഇതെനിക്ക് തോന്നുന്നു പുറത്തൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ജീവിതം, ഇത് കളിക്കുന്നത്. കാരണം നമ്മളിവിടെ കഥകൾ കേട്ടിട്ടുണ്ട്, അത് നമ്മൾ ഒരിക്കലും അതൊന്നും സത്യമല്ലെന്നാണ് വിചാരിച്ചത്. ഇപ്പം നമുക്ക് അകത്തേക്ക് പോയപ്പോൾ മനസ്സിലായി ഇതൊക്കെ സത്യമാണ്. ഇപ്പം പറയുന്നതല്ല കുറച്ച് കഴിഞ്ഞ് പറയുന്നത്. ആദ്യം പറഞ്ഞ് ഞാനിവിടെ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വന്നതല്ല, എനിക്ക് ഒരു ഫ്രണ്ടും ഇല്ല ഇവിടെ. ഇതൊക്കെ ഞാൻ ചുമ്മാതെ ഫേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ ലവ് ട്രാക്ക്, ഫേക്ക് ലവ്. ഇങ്ങനെയൊക്കെ എങ്ങനെ കഴിയുന്നുടേ? ഇങ്ങനെയൊക്കെ എങ്ങനെ കഴിയുന്നു? ഇവരെ കണ്ടി ഒരു 2-3-4-5 ഓണമെങ്കിലും നമ്മൾ കൂടുതലുണ്ടതാണ്. 5-6 ഓണമെങ്കിലും എന്തായാലും കൂടുതലുണ്ടിട്ടുണ്ട്. എങ്ങനെ കഴിയുന്നു? അല്ല, ഈ ഒരു സ്ത്രീയെ കാട്ടി ഒരു സ്ത്രീ നമ്മളൊരു സ്ത്രീയല്ലേ, അതേ ഒരു അത്യാവശ്യം അടുത്തടുത്ത് ഉള്ള ഏജൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മളും. എങ്ങനെ കഴിയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. 3-4 ഓണമെങ്കിലും ഞാൻ കൂടുതലുണ്ടിട്ടുണ്ടാവും, ഉറപ്പാണ്, 100%. അയ്യോ ഭയങ്കരം. അപ്പോൾ ഇന്നലെ ലൈവിൽ അതൊക്കെ ആയിരുന്നു. എന്തായാലും പുതിയ ആൾക്കാർ, പുതിയ ആൾക്കാരല്ല പഴയ ആൾക്കാർ അടിച്ച് നമ്മൾ പുറത്ത് കളഞ്ഞ ആൾക്കാരൊക്കെ കയറി വന്ന് വൈബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഷാരിക ഉണ്ടല്ലോ, ഇന്നലെ അരമണിക്കൂർ കൂടുമ്പോൾ ഡ്രസ്സുകൾ മാറ്റുന്നുണ്ടായിരുന്നു, രസമായിരുന്നു. പിന്നെ ആദിലെയും നൂറയായിട്ട് വെറുതെ ഒരടി പോതള്ളേ എന്ന് വെച്ചാൽ നമ്മുടെ നൂറ ആട്ടി വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു രസമുള്ള കാര്യമായിരുന്നു. പിന്നീടാണ് രാത്രിയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത്. രാത്രിയിൽ ഭയങ്കര വഴക്കും പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇന്നും വഴക്കും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ മസ്താനി വന്നിട്ടുണ്ട്. മസ്താനിയും അപ്പാനിയും തമ്മിൽ മിണ്ടണം, മസ്താനി കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ റിണ ഫാത്തിമ വന്നപ്പോൾ ഒരു കരച്ചിലുണ്ടായിരുന്നു, അത് സരിക കരച്ചിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ബിഗ് ബോസ് ലൈവ് കടന്നു പോകുന്നത് കേട്ടോ. ലാസ്റ്റ് വീക്കിലെ ലൈവ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് മിഡ് വീക്ക് എലക്ഷനൊക്കെ ഉണ്ടാവും, അതിലായിരിക്കാം മേ ബി പുറത്ത് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നലും. ഒരാൾ പുറത്തു പോകണമെങ്കിൽ അതിലായിരിക്കും, രണ്ടാമത്തെ ആൾ പുറത്തു പോകണമെങ്കിൽ നെവിൻ ആയിരിക്കാനാണ് സാധ്യതയാണ് പറയുന്നത്. ഓൺലി പോസിബിലിറ്റി. പിന്നെ വോട്ടിങ്ങിൽ 1ാം സ്ഥാനം അനീഷേട്ടൻ തന്നെയാണ്. എല്ലാവരും പോയിട്ട് ഹോട്ട്സ്റ്റാർ വോട്ട് ചെയ്യണം, അനീഷേട്ടൻ വോട്ട് ചെയ്യണം. ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ പറയുകയാണ്, അനീഷേട്ടൻ എല്ലാവരും പോയി വോട്ട് ചെയ്യുക. പിന്നെന്താണ്, വേറെ ഇന്നത്തെ ലൈവിൽ കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും ലൈവിൽ ഇതേ കണക്ക് തന്നെ വരാനാണ് ഉദ്ദേശം. ഞാൻ എല്ലാവരും പിക്സ് ഒക്കെ ഇടാണെങ്കിൽ പിക്സ് ഇടാം. അപ്പം ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഈ വോയിസ് ഒക്കെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കോപ്പിറൈറ്റ് നമുക്ക് തരുവേ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭീഷണികളുണ്ട്, നമ്മളെ ചാനലൊക്കെ അടിച്ച് കളയുമെന്നൊക്കെ പറഞ്ഞ ഭീഷണികളുണ്ട്. കാരണം PR ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ PR ജനങ്ങളും തമ്മിലുള്ള ഒരു മത്സരമാണിത്. PR ഏജൻസികളും ജനങ്ങളും തമ്മിലുള്ള ഒരു മത്സരമാണ്, അനിമോളും അനീഷേട്ടനും തമ്മിൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും ആരുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് തീരുമാനിക്കുക. അന്തം ഫാൻസ്, ഞാനൊരു അന്തം ഫാൻ ആയിരുന്നു കേട്ടോ അനിമോളുടെ. അപ്പോൾ അതുകൊണ്ട് അന്തം ഫാനായി ഞാൻ പറയുകയാണ്, ഒരു ഫേക്ക് ചീപ്പ് ഡ്രാമ കളിക്കുന്ന ഒരു സ്ത്രീയെ. കാരണം ഒരു ക്വാളിറ്റിയും ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല, വേറെ ഓൺലി ഡിഗ്രി, വിദ്യാഭ്യാസം വിവരമില്ല. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്നറിയത്തില്ല. അപ്പോൾ ചോദിക്കും അവർ പഠിക്കാനാണോ പോയത്? പഠനത്തിന് പോയതല്ല, അവിടെ ഷോയിൽ കളിക്കാൻ പോയതാണ്. അല്ലെ ഷോയിൽ കളിക്കുമ്പോഴെങ്കിലും മിനിമം ചോദിക്കുക. എന്നാൽ പിന്നെ ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ലാലേട്ടൻ അതിനെ കളിക്കാൻ പോയതെങ്കിൽ ലാലേട്ടൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അറിയത്തില്ല, ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സാധനം, ഒരു വ്യക്തിയാണ് ഉള്ളത് പറയാലോ. അതേണക്ക് സത്യസന്ധത, പരദൂഷണം, സത്യസന്ധത ഇല്ലായ്മ, പരദൂഷണം, ഇതെല്ലാം മുതലാണ്, കൈമുതലാണ്. നാട്ടുകാരെ കുറ്റം പറച്ചിൽ ആണല്ലോ. പിന്നെ അടുക്കളയിലാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ചെന്നാൽ നമുക്കറിയാം അടുത്ത നിമിഷം മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം എടുത്ത് മോന്തയ്ക്ക് ഇട്ട് കൊടുക്കാൻ തോന്നുന്നു. അതേ കണക്കുള്ള ക്യാരക്ടർ. മര്യാദയ്ക്ക് ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യത്തില്ല. പറയുന്ന ഡ്യൂട്ടി അവർക്ക് ഇഷ്ടമില്ലാത്ത, അവർ പറയുന്ന മുയലിന് 3 കൊമ്പാണ്. അപ്പോൾ അത് സമ്മതിച്ചില്ലെങ്കിൽ അവരത് കളഞ്ഞിട്ട് പോകും. ഇത് ഏത് ഡ്യൂട്ടി ആയാലും. കൂടുതലും കിച്ചണിലാണല്ലോ കിടന്നത്. കാരണം കക്കൂസും ഫ്ലോറൊന്നും തുടയ്ക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചൺ എന്ന് പറയാൻ കുറേ മാറ്റി വെക്കാമല്ലോ.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് ഒരാളോട് ഒരു സഹാനുഭൂതി ഇല്ല. എപ്പോഴും കൂട്ടിന് ഒരാൾ വേണം, എപ്പോഴും കൂടെ ചേർന്ന് നിൽക്കാനും കരയുന്നതിന് കെട്ടിപ്പിടിക്കാനും. പിന്നെ കുറേ രഹസ്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ മൈക്ക് ഉപയോഗിക്കാതെ സംസാരിച്ച ഒരു വ്യക്തി, ഏറ്റവും കൂടുതൽ മൈക്ക് മാറ്റിവെച്ച് സംസാരിച്ച ഒരു വ്യക്തിയാണ് അനുമോള്. അതുപോലെ തന്നെ ഒരുപാട് രഹസ്യങ്ങൾ മൈക്ക് ഇല്ലാഞ്ഞിട്ട് നമ്മൾ പലതും പുറത്തുനിന്ന് കേട്ടു. ഒരുപാട് രഹസ്യങ്ങൾ മൈക്ക് ഇല്ലാതെയും ബാത്റൂമിലും അതേപോലെ ഡ്രസ്സിങ് ഏരിയയിലും മാത്രം നിന്ന് സംസാരിച്ച ഒരു വ്യക്തി. ഒരു ഷോയിലാണ് ഇതെല്ലാം ഷോയുടെ വയലേഷനാണ്. പിന്നെ കൂടുതലും എല്ലാ മനുഷ്യരെക്കുറിച്ചും കുറ്റങ്ങൾ പറഞ്ഞ, എല്ലാ മനുഷ്യരെക്കുറിച്ചും പുറത്ത് സൈബർ ബുള്ളിങ്ങിന് കുറേ ആൾക്കാരെ ഇട്ടുകൊടുത്ത ഒരേ ഒരു വ്യക്തി. അപ്പോൾ ഇതേ കണക്കുള്ള ഒരു വ്യക്തി ഒരിക്കലും ബിഗ് ബോസ് സീസൺ വിന്നർ ആവരുത് എന്ന് മാത്രമാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. സത്യം പറയാലോ, വോട്ട് കിട്ടുന്ന ജയിക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് PR ആൾക്കാരുടെ വോട്ട് മാത്രമാണ്, PR കൊണ്ട് മാത്രം ജയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാണ്ട് ഇവർ ബിഗ് ബോസ് സീസൺ 7 ഇപ്പം എല്ലാവരും പറഞ്ഞു ഏറ്റവും കൂടുതൽ സഹിച്ച വ്യക്തി, സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് സഹിച്ചെന്ന്. വെറുതെ ഇരുന്ന് കണ്ണീരണിയുന്നതല്ല ഒരു പെണ്ണ് സ്ട്രോങ് എന്ന് പറയുന്നത്. ഒരു സ്ട്രോങ്ങും ഇല്ല. എന്ത് കരച്ചിലും ഒരാൾ കൂട്ട് വേണമായിരുന്നു. കുറേ കാലം ശൈത്യയായിരുന്നു, കുറേ കാലം കഴിഞ്ഞപ്പോൾ ആദില നൂറായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഓരോരോ ആൾക്കാരെ പിടിക്കും. ആരെങ്കിലും കരച്ചിലിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ വരും. അവസാനമാണ് അനീഷേട്ടൻ കരഞ്ഞ് തകർന്ന് തരിപ്പണായപ്പോഴാണ് അനീഷേട്ടനെ പിടിച്ചത്. അപ്പോൾ എപ്പോഴും ഒരാൾ വേണം. ഒരിക്കലും ഒറ്റയ്ക്ക് കളിക്കാത്ത ഒരു വ്യക്തി, ഒരിക്കലും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ കഴിയാത്ത, ഗട്ട്സ് ഇല്ലാത്ത, ചുമ്മാതെ ഫേക്ക് ചീപ്പ് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോള്. അത് മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ദേഷ്യം. കാരണം നമ്മൾ അത്ര സ്നേഹിക്കുന്നവർ നമ്മളെ തിരിച്ച് വഞ്ചിക്കുന്ന പോലെയാണ് ഓരോ പ്രേക്ഷകർക്കും തോന്നുക അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് ഗൈസ്. വേറെ ഒന്നുമില്ല. എനിക്ക് അവരെ വ്യക്തി ഹത്യ ചെയ്യാനോ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാനോ ഒന്നും താല്പര്യമുള്ള ആരെയും ചെയ്യാൻ താല്പര്യമില്ല. നമ്മൾ രേണു സുധിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കൊച്ചു പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മളത് കളഞ്ഞു. കാരണം അത് ഒരാളുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ നമ്മൾ താല്പര്യമില്ല. പക്ഷെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവൾ നല്ല മിടുക്കിയായിരുന്നു. അപ്പം നല്ല അടിപൊളി. എനിക്കാണെങ്കിൽ രേണു സുധി അകത്ത് കയറിയിട്ടാണ് രേണുവിനെ കുറിച്ച്